ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നിൻ്റെ കുടുംബത്തിന് നീ തന്നെയാണോ പാര എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബം രക്ഷപ്പെടാതിരിക്കുന്നതിന്, ഐശ്വര്യം പ്രാപിക്കാതിരിക്കുന്നതിന് ഞാൻ തന്നെയാണോ കാരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിനും രക്ഷ ലഭിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അവ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും അവരിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഈ മനുഷ്യൻ്റെ ഈ ചീഞ്ഞ കുടി എന്ന് നിൽക്കുന്നോ അന്ന് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അത് കേട്ടോണ്ടിരുന്ന മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, ഇവളുടെ ഈ രീതിയിലുള്ള ചീഞ്ഞ വർത്തമാനം എന്ന് നിൽക്കുന്നോ, ഈ രീതിയിലുള്ള സംസാരം എന്ന് നിൽക്കുന്നോ അന്ന് എൻ്റെ കുടി നിൽക്കും. എൻ്റെ കുടി നിൽക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഇതുപോലെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം മാത്രമാണ് ഇവളുടെ ഭാഗത്തു നിന്ന് വരാറുള്ളത്. രണ്ടുപേർക്കും ന്യായീകരിക്കാനാണെങ്കിൽ ന്യായീകരിക്കാൻ വകയുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ എൻ്റെ ജീവിതം തിരുത്തിയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വരേണ്ടത്. വേറെ സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ വലിയ കടബാധ്യതയിലാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഒരു അളിയൻ അമേരിക്കയിലുണ്ട്, ഇഷ്ടംപോലെ കാശുള്ള വ്യക്തിയാണ്. ഇനി ആ മനുഷ്യനൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഈ കടബാധ്യതയെല്ലാം തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. അവൻ്റെ സംസാരം കേട്ടാൽ ഇതെല്ലാം വന്നത് അളിയൻകാരനാണ്, അളിയനാണ് പരിഹരിക്കേണ്ടതെന്ന് തോന്നും. സ്വന്തം തെറ്റ് അംഗീകരിച്ച് അത് തിരുത്താനുള്ള മനസ്സ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതം തിരുത്തി നമ്മൾ നേർവഴിയിലേക്ക് വരാനുള്ള ഒരു വിളി കർത്താവ് നൽകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ആരെയും ഏത് കുടുംബത്തെയും രക്ഷിക്കേണ്ടത് ദൈവമാണ്, വ്യക്തികളല്ല, മറ്റുള്ളവരല്ല, ദൈവമാണ് രക്ഷിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 4:12 എന്താ പറഞ്ഞിരിക്കുന്നത്? മറ്റാരിലും രക്ഷയില്ല, ഒറ്റ നാമത്തിലേ രക്ഷയുള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31 കൂടി എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ജയിലർ രക്ഷപ്പെടാൻ, എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, പൗലോസ്ലീഹ പറഞ്ഞു കൊടുത്തത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവർ അത് അംഗീകരിച്ചു, ജയിലറും കുടുംബവും. ഇനി അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം പോലും രക്ഷപ്രാപിച്ച് അവരെല്ലാവരും വലിയ ആനന്ദത്തോടെ ജീവിക്കുന്നതായിട്ട് ഈ അധ്യായം വായിക്കുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പ്രഭാഷകൻ 10:5 അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എത്രമാത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുന്നോ അത്രമാത്രം വിജയം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നാം അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സുഭാഷിതങ്ങൾ 21:31 വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിനു വേണ്ടി നിങ്ങൾ കുതിരകളെ സജ്ജമാക്കുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തും. അത് മക്കളുടെ കല്യാണം വന്നാലും മാമോദീസ വന്നാലും അങ്ങനെ എന്ത് കാര്യമാണേലും നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ നമ്മൾ ക്രമീകരിച്ചെന്ന് വരും. അതിൻ്റെ ഫുഡ് ക്രമീകരണങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചെന്ന് വരും. ഇവിടെ വചനം പറയുകയാണ്, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. കുതിരകളല്ല വിജയം നൽകുന്നത്, കർത്താവാണ് വിജയം നൽകുന്നത്. കുതിരകളെ ഏർപ്പാട് ചെയ്യുന്നതിനേക്കാൾ കർത്താവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കണമെന്ന്. സെഫാനിയ 3:17 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന വീരയോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഈ കർത്താവിനെ ഒന്ന് കാണാതെ, തിരിച്ചറിയാതെ മനുഷ്യരുടെ പുറകെ ഓടുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർ നിരൂപിച്ചാൽ, അവർ സഹായിച്ചാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ് പരക്കം പാഞ്ഞ് നടക്കുന്ന വ്യക്തികൾ,
കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന്, അവനാണ് വിജയം നൽകേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 1 കൊരിന്തോസ് 15:57 വായിച്ചാൽ ഒരു വലിയ രഹസ്യം ദൈവം അവിടെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. പിതാവ് യേശുക്രിസ്തു വഴി നമുക്ക് നൽകുന്നതാണ് യഥാർത്ഥ വിജയം. പിതാവായ ദൈവത്തെ നമ്മൾ ആദരിക്കണം, യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥമായ വിജയമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ബൈബിളിലൂടെ കടന്നു പോയാൽ നമുക്ക് ചില അപ്രതീക്ഷിത വിജയം വരിച്ച വ്യക്തികളെക്കുറിച്ച് കാണാൻ പറ്റും. അത് വലിയൊരു പ്രിവിലേജ്, ഒരവകാശം ദൈവം കൊടുത്താണ്, ഒരു ആനുകൂല്യം ദൈവം കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. യോഹന്നാൻ 4, സമറിയാക്കാരി രക്ഷപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹപൂർവ്വമുള്ള ഇടപെടലിലൂടെയാണ്. ലൂക്ക 8:2, മഗ്ദലന മറിയം 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കിയതാണ്. അവളെ കർത്താവ് രക്ഷിക്കുകയും ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. അതെല്ലാം ചില ആനുകൂല്യങ്ങളാണ്. സാവൂള് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 8ഉം 9ഉം അധ്യായങ്ങൾ വായിച്ചാൽ സഭയെ ഇടിച്ചു പൊളിക്കുന്ന സാവൂളിനെ കാണാൻ പറ്റും. പിന്നീട് ആ സാവൂള് കർത്താവിനെ കണ്ടുമുട്ടുന്നതിലൂടെ രക്ഷ പ്രാപിക്കുന്നത് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം 10 മുതൽ മുമ്പോട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക ശക്തനായ ഒരു മിഷണറി ആയിട്ട് മാറിയ പൗലോസ്ലീഹായാണ്. നല്ല കള്ളൻ്റെ കാര്യം ലൂക്ക 23:42 വായിച്ചാൽ ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ അവന് ഇങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടുമെന്ന്? അവൻ ആകപ്പാടെ പറഞ്ഞത് എന്നെ കൂടെ ഒന്ന് ഓർക്കണം. കർത്താവ് പറഞ്ഞത് ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും എന്നുള്ളതാണ്. അതൊരു ആനുകൂല്യം അവന് ദൈവം കൊടുത്തതാണ്. ഒരുപക്ഷെ നമ്മളാരും മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ വേണ്ടി, ആരൊക്കെ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ കുടുംബം രക്ഷപ്പെടാൻ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, കുടുംബാംഗങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വേണേ ഡൊമസ്റ്റിക് റൂൾസ് എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ പാലിക്കണം. തോബിത്ത് 4 പഠിപ്പിക്കുന്നത് ഒരിക്കലും ദൈവത്തെ മറക്കരുത്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനം 16:31 പഠിപ്പിക്കുന്നത് കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് കുടുംബാംഗങ്ങൾ ജീവിക്കണം. ഹെബ്രായർ 13:16 നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുന്നതിലും നന്മ ചെയ്യുന്നതിലും ഉപേക്ഷ വരുത്തരുത്. വീണ്ടും തോബിത്ത് 4-ാം അധ്യായം, പ്രഭാഷകൻ 3-ാം അധ്യായമൊക്കെ വായിച്ചാൽ മാതാപിതാക്കളെ ആദരിക്കണം, അവരെ സംരക്ഷിക്കണം എന്നുള്ളത് കർത്താവ് വചനത്തിൽ ഓർമ്മിപ്പിക്കുക. വീണ്ടും എഫേസസ് 4:25 പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സത്യം മാത്രം സംസാരിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 തെസ്സലോനിക്ക 5:18 എപ്പോഴും നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതാ നിർഭരത നമുക്കുണ്ടാകണം. നമ്മൾ ഈ പരാതി പരിഭവങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, നല്ലത് പറയാൻ, നല്ലത് അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാകണം. മറ്റൊന്ന്, സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് ഇവിടെ കുടുംബാംഗങ്ങൾ പരസ്പരം ഉപയോഗിക്കേണ്ട 2 വാക്കുകളാണ് പ്ലീസ് ആൻഡ് താങ്ക് യു. നമുക്ക് ഒരു കാര്യം നടന്നു കിട്ടാനുണ്ടെങ്കിൽ ഒരു പ്ലീസ് പറയുന്നതിന് എന്നാ കുഴപ്പം? അതുപോലെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു താങ്ക് യു പറയാൻ എന്നാ ഇതിന് മാത്രം ബുദ്ധിമുട്ട്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സമാധാനം വരും. കർത്താവ് ആ രക്ഷ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.